ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ നട്ടപ്രാതിര പ്രേന്തൻ വീഡിയോ. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി ഇപ്പോൾ ആ ഒരു ബിറ്റ് കോയിൻ സ്കാം പരിപാടികളുടെയൊക്കെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം കുറച്ചിങ്ങോട്ട് കാലമായിട്ട് ലൈവും വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത് വീഡിയോ കെട്ട് തുടങ്ങി. അപ്പോൾ വീട് മാറി പുതിയൊരു വീട്ടിലിരുന്നിട്ടാണ് വീഡിയോ ചെയ്യണേ എന്നുള്ള ലൈവ് അങ്ങോട്ട് പരിപാടികൾ ഓണാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കോണ്ടന്റ് എന്ന് പറയുന്നത് തൊപ്പിയുടെ വീട് കണ്ടന്റ്. അപ്പോൾ വീട് പുതിയതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ മാറിയ വീട് ഒരുത്തനെ കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ ലൈവ് ഇട്ടിട്ട് വള്ളി മേടിച്ചിരിക്കുകയാണ് തൊപ്പി. വിഷയം എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം ഒരു വീഡിയോ പ്ലേ ചെയ്യാം. കംബാക്ക് എന്നൊന്നും പറയാനില്ല. ഇപ്പൊ ഒരു വീട് കിട്ടി, എന്തോ ഭാഗ്യത്തിന് നല്ല എൻ്റെ മോനെ ഞാൻ അത്ര ദിവസം തപ്പിയറിയും ഒരു പുതിയ വീടിന്. മറ്റേ വീട് കയ്യിൽ നിന്ന് പോയതിനു ശേഷം 1.5 മാസം ഇരുന്ന് തപ്പിയിട്ട് കിട്ടിയില്ല. ഏത് വീട് പോയിട്ട് നോക്കിയാലും ഒന്നിന് തൊട്ടപ്പുറത്ത് വീടുണ്ടാവും. നമ്മൾ ലൈവ് ചെയ്ത് ഒച്ചപ്പാടും സ്പീക്കറിന്റെ സൗണ്ടും എൻ്റെ ഈ ഒച്ചപ്പാടും കേട്ടാൽ അവരെന്തായാലും ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച എന്നെ ഇറക്കി വിടും. അപ്പൊ അടുത്ത് വീടില്ലാത്ത സ്ഥലം തപ്പി മോനൊരു ജം സ്റ്റോൺ പോലെ എനിക്ക് ഈ വീട് കിട്ടിയത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് കാട്ടിന്റെ നടുക്കൊരു വീടാണ് സംഭവം. കാട്ടിന്റെ നടുക്കൊരു വീടാണ്. പ്രേതവാദം ഉണ്ടെന്നല്ല ആൾക്കാർ പറയുന്നത്. എനക്കറിയില്ല നാട്ടുകാർ പറയുന്ന പ്രേതവാദം ഉണ്ടെന്നല്ല. ഞാനൊരു കാര്യം പറട്ടെ, ഈ വീട് കിട്ടാൻ വേണ്ടി ഞാൻ അത്ര തപ്പി അറിയോ. ഇനി ഇവിടെ കുറെ പണി നടക്കുന്നുണ്ട്. ഈ കുറെ ഇന്റീരിയർ റൂമിൽ ആടെയുള്ള കുറെ പണി നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വീട് കിട്ടിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റിന് ഞാൻ വന്നിട്ട് ലൈവ് ഇട്ടുന്നേ ഉള്ളൂ. ലൊക്കേഷൻ ചോദിക്കണ്ട മോനെ, ആ പരിപാടി ഞാൻ നിർത്തി. എല്ലാം വന്ന് പറയുന്ന പരിപാടി ഞാൻ നിർത്തി. ഓക്കെ, ഈ ലൊക്കേഷൻ മോനെ, ഞാൻ ഒരു കാര്യം പറയാം. എത്ര കാലം കഴിഞ്ഞ് ഞാൻ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ മനസ്സിലാവില്ല. അത് ഞാൻ ഉറപ്പ് തരാം. ഒരിക്കലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല ഈ ലൊക്കേഷൻ. മുത്തേ അത്രയും ഒരു കാട്ടിന്റെ നടുക്കായത് ഈ ലൊക്കേഷൻ. പിന്നെ അഥവാ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ സ്വിഗ്ഗിയാ എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ ലീക്കായി പോകാന്നല്ലാണ്ട് ഇല്ല, അതും ഞാൻ ശ്രദ്ധിക്കും. ഞാൻ ഫോൺ എനിക്ക് കണക്ട് ചെയ്യുന്നില്ല. എൻ്റെ ഫോൺ ഞാൻ ഈ PC-യിലേക്ക് കണക്ട് ചെയ്യുന്നില്ല. പോരാ, ഈ ലൊക്കേഷൻ ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നവന് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. സംഗതി ആസ് യൂഷ്വൽ മാസമായിട്ട് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. ഇനി ഒരു കാലത്ത് ഒരുത്തരും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുത്ത്. ബേസിക്കലി കണ്ടന്റാണ്, അതാണ് മെയിൻ പരിപാടി. ഈ വീട് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇത് ഒറ്റപ്പെട്ട വീടാണ്, ആനയാണ്, ചേനയാണ്, മാടയാണ്, സ്ഥിരം സാധനങ്ങൾ എടുത്തിട്ട് എറിഞ്ഞ് മാസ് സാധനങ്ങളാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത്. പക്ഷെ വിഷയം സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ തന്നെ പോയിട്ട് ഇത് സ്റ്റാറ്റസ് വെച്ച് വീടിൻ്റെ ഇതാണ് വീട്, ചുറ്റും ആരുമില്ല, ഒറ്റപ്പെട്ട വീടാന്നൊക്കെ പറഞ്ഞുള്ളൊരു സാധനം എങ്ങാണ്ട് സ്റ്റാറ്റസും വെച്ച് ലാസ്റ്റ് എന്തായി, അത് കണ്ടുപിടിക്കാനാണ് ഒത്ര വലിയ പാട്. ഇത് കണ്ടു കഴിഞ്ഞാൽ അതിന് ചുറ്റോട്ടത്ത് കുട്ടികളാണ് ഇവൻ്റെ മെയിനായിട്ടുള്ള ഫോളോവേഴ്സ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികൾക്ക് ഇവൻ്റെ കാറും എല്ലാ പരിപാടികളും, അതായത് അത്യാവശ്യം തൊപ്പീനെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് തൊപ്പീനെ BMW ആണെങ്കിലും ഫോർച്യൂണർ ആണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും കണ്ടറിയുന്ന കേസാണ്. മക്കൾ തപ്പി സംഗതി കണ്ടുപിടിച്ച്. അത് മാത്രമല്ല, ഞാൻ വേറൊരു റീല് കണ്ടത് ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് വീടിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇത് OLX വന്ന വീടാണെന്നും ലൊക്കേഷൻ അടക്കം കണ്ടുപിടിച്ച് ഓരോരുത്തരായിട്ട് ഇടാൻ തുടങ്ങി. ഓക്കെ, അപ്പം എന്താണെങ്കിലും അങ്ങനെ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് എന്നുള്ള ആ ഒരു പരിപാടി പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി 10 പീസായി താഴെ വീടോട് കൂടിയിട്ട് പിന്നെ വീട്ടിലേക്ക് ആളുകൾ ഇടിച്ച് കയറി ചെല്ലലായി ഇത്ര പരിപാടി. ഓക്കെ, ബാക്കി CCTV ക്യാമറ വയ്ക്കലായി, വീട്ടിലേക്ക് എങ്ങന്നില്ലാത്ത ആളുകളുടെ വരവായി. CCTV ക്യാമറ നോക്കുമ്പോൾ ഇഷ്ടംപോലെ എണ്ണങ്ങൾ വരുന്നു, മതിലിയാടുന്നു, പോകുന്നു, ആകെ മൊത്തം വിഷയം. ഇതിനിടയിൽ ലൈവിലിരുന്നിട്ടൊരു കുക്കിനാണെന്നുള്ളൊരു സ്കീമും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി വെക്കേട്ടാ, ഇത് രണ്ടും കൂടി കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഓക്കെ, നമുക്കില്ല പുതിയ വീട്ടിൽ വന്നിട്ട് നമ്മൾ നേരിടുന്ന മെയിൻ പ്രശ്നം എന്താ പറയുക? പണ്ടത്തെ വീട്ടിൽ നമുക്കൊരു അമ്മച്ചിയാണ് ഫുഡെല്ലാം ഉണ്ടാക്കി തരല്. ഇപ്പം അങ്ങനെ ആരും ഇല്ല. ഈ വീടിൻ്റെ അടുത്തൊന്നും വീടില്ലാത്തതുകൊണ്ട് നമുക്ക് ഫുഡ് വെച്ചുതരാൻ ആരുമില്ല. ഓക്കെ, അപ്പം നമുക്കൊരു കുക്കിനെ വേണം. ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ നിൽക്കാനുള്ള ഒരു കുക്കിനെ വേണം. എന്താണ് നീയാണ് റിക്രൂട്ട് ചെയ്യേണ്ടത് കുക്കിനെ. എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കേണ്ടത്. നിനക്ക് മെസ്സേജ് അയക്കാൻ പറയട്ടെ, നോക്കിക്കോളൂ. ഓക്കെ, കുക്കിന് ക്യാമറയുടെ മുന്നിൽ വരാൻ മടിയില്ലാത്തൊരു കുക്കായിരിക്കണം. ഓക്കെ, ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് നിൽക്കാൻ മടിയില്ലാത്തൊരു കുക്കായിരിക്കണം. 2 കണ്ടീഷനേ ഉള്ളൂ. ക്യാമറയുടെ മുന്നിൽ ക്യാമറ ഫിയർ ഉണ്ടാകാൻ പറ്റില്ല. 2 കുക്ക് ചെയ്യാൻ അറിയണം. അത്രേ ഉള്ളൂ. ഈ 2 കാര്യങ്ങളോ. ഇല്ല, സാലറി എല്ലാം നമ്മൾ പിന്നെ തീരുമാനിച്ചോളാം. ഓക്കെ,
സാലറി എന്തായാലും ഒരു എടാ 50,000 ഒന്നും കിട്ടൂല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സാലറി ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ മുന്നേ ആ വീട്ടിൽ നിന്നപ്പം നമ്മളാ ചേച്ചി നമുക്ക് ഒരു അമ്മച്ചി നമുക്ക് ഫുഡ് വെച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാ മാസവും ബില്ലാവുന്നത് അത്ര ഏറ്റവും കൂടിയത് അത്രേ 75K അങ്ങനെ 80,000 അടുത്ത് ബില്ലാകലുണ്ട്. അതായത് നമ്മൾ ആ ടൈം 10 ആളെല്ലാം വീട്ടിലുണ്ടാകലുണ്ട്. ഇപ്പം 4 ആളേ ഉള്ളൂ. ആ ടൈം 10 ആളും 11 ആളെല്ലാം ഉണ്ടാകലുണ്ട്. ആ ടൈം നമുക്ക് 80,000 78,000 ബില്ല് വരല്. അപ്പം അതിന് കണക്കായിട്ടുള്ളൊരു സാലറി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അതായത് സാധനത്തിൻ്റെ പൈസ എല്ലാം അതിൽ നിന്ന് കുറച്ചിട്ട് മനസ്സിലാവും. ഈ കോഴിയും പച്ചക്കറിയെല്ലാം വാങ്ങണ്ടേ, അതിൽ കുറച്ചിട്ട് നമുക്ക്. അപ്പോൾ ഇതാണ് റിക്വയർമെൻറ്റ് പറഞ്ഞത്. ഓക്കെ, നാട്ടിലിപ്പോൾ എന്ത് പണിയെടുത്താലും ഇത്രയും ശമ്പളം കിട്ടുമെന്നുള്ളൊരു ചോദ്യം എന്താണെങ്കിൽ വരും. എന്താണെങ്കിൽ തൊപ്പീൻ്റെ കുക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം. ഒന്ന് നല്ല ശമ്പളം കിട്ടും, രണ്ടാമത് വീഡിയോയിൽ കയറിയിട്ട് വൈറൽ പോവുക. അങ്ങനെ ഒപ്പരിക്കണ മുതലൊക്കെ കുക്കായിട്ട് വന്ന മുതലാണല്ലോ. അങ്ങനെയാണല്ലോ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഒപ്പം കൂടി മെയിനായത്. അപ്പം അങ്ങനെ ആയി 2 റിക്വയർമെൻറ്റ്. അതായത് ക്യാമറേന് മുന്നിൽ വരണം, പിന്നെ ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കുക്കിനെയും പറഞ്ഞ്. അപ്പം വീഡിയോ കാണുന്നവർ, ഇപ്പം പിള്ളേരാവും അധികം വീഡിയോ കാണുന്നത്, ഇനി അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഓക്കെ, ഇനി വല്ല ജോലി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് വീട് തപ്പിപ്പിടിച്ച് പോകുന്നവർ ചിലപ്പോൾ അവിടെ ചെല്ലാം. അല്ലാത്ത പക്ഷെ ഇതൊന്നും അല്ലെങ്കിൽ പോലും ചില ആളുകൾ എന്ത് ചെയ്യും, ഇതൊന്നും എങ്ങനെയെങ്കിലും തൊപ്പീൻ്റെ വീട്ടിൽ പോയി ഇവനെങ്ങാനും വീഡിയോ എടുത്തിട്ട് വൈറലായാലോ എന്നുള്ള മെൻറ്റാലിറ്റി ഉള്ളവരും ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ ചാടിക്കയറി ചെല്ലാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അങ്ങനെ പരിപാടികൾ പാളിത്തുടങ്ങി, വീടിൻ്റെ ലൊക്കേഷൻ ലീക്കായി, പണി പാളി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊപ്പി ഒരു കഥ പറയുന്നത് വീട്ടിലേക്ക് വന്ന 2 വ്യക്തികളെക്കുറിച്ച്. ഈ കഴിഞ്ഞ 4 ദിവസത്തിനിടയ്ക്ക് ഒരു 50-100 ട്രിപ്പ് വന്നിട്ടുണ്ടാവും. ഒരു 60-70 ട്രിപ്പ് ആൾക്കാർ വന്നു. ഓരോ ട്രിപ്പിൽ ഒരു 3-4 ആൾ ഇങ്ങനെ ഒന്നിച്ചാൽ വരിക. അതിലൊരു 5-8 എണ്ണം ഭയങ്കരം അറാൻ പറഞ്ഞ ടീമാണ്. അറാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത്ര ഇതാ. ചിലവണ്ണം മതിൽ കടന്നുണ്ടാ, കുറേ എണ്ണം 10-40 ഇത് തപ്പി കണ്ടുപിടിക്കാൻ പാടാം. ഞാൻ പറയാൻ പറഞ്ഞേ. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി. ഇവിടെ ഒരു ചെക്കൻ, ഒരു 15 വയസ്സുള്ള ചെക്കൻ, 2 ദിവസം മുന്നേ ഒരു 15 വയസ്സുള്ള ഒരു ചെക്കൻ വന്ന് 15 വയസ്സാണ് എനിക്ക്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു വഴിയില്ലായിട്ട് എന്താക്കിയാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ഇവിടെ ഈ നാട്ടിലെ ഇത് പോലീസ് സ്റ്റേഷനിലെ വിളിച്ച് പറഞ്ഞ്, എടാ എൻ്റെ ഉമ്മ ഇവിടുത്തെ പോലീസുകാർക്ക് മൊത്തം അറിയത്. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പാതിരാത്രി നമ്മളിപ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ആക്കി. എന്നിട്ട് ചെക്കനും ഉമ്മാനും ഉപ്പാനും തിരൂറിൽ നിന്ന് വിളിച്ചു വരുത്തി പിറ്റേ ദിവസം രാവിലെ അവരെ കൂടെ വിട ചെയ്തത്. ഒരു ചെക്കൻ ബാഗും പെട്ടിയും ഇടക്കി എടുത്തിട്ട് തൊപ്പീൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പോയി. ലാസ്റ്റ് ഇവന് വായിൽ നിൽക്കൂലടേ, ഇവന് സ്ഥലം ഒന്ന് വായിൽ, ഇവൻ വരാ എന്ന് പറഞ്ഞിട്ട് ഇവനെ നിർത്തി ലൊക്കേഷൻ. അവൻ്റെ കയ്യിൽ നിന്നേ പോയി. പോലീസ് സ്റ്റേഷൻ്റെ പേരും ലൊക്കേഷൻ്റെ പേരൊക്കെ വന്നിട്ട് പിന്നെ അവൻ്റെ കയ്യിൽ നിന്നേ പോയി. എന്താണെങ്കിലും ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചെക്കൻ പെട്ടിയും ബാഗ് കൊടുത്ത് തിരൂരിന്ന് നമ്മുടെ മലപ്പുറത്ത് നിന്ന് ഏതോരുത്തൻ കയറിപ്പോയി എന്നാണ് പറയുന്നത്. അവിടെ ചെന്നിട്ട് ലാസ്റ്റ് സീനായി. ലാസ്റ്റ് ഇവരെല്ലാവരും കൂടിയും ചേർത്തിട്ട് അവനെ അത് നടക്കും. അല്ലാത്ത പക്ഷം ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടി ഇവനുള്ളൂ. ഏതെങ്കിലും ഒരു ചെറിയ ചെക്കന്മാർ, മൈനർ ചെക്കന്മാർ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് ഞാൻ തൊപ്പീനെ കാണാനാ പോയെന്ന് പറഞ്ഞാൽ പിന്നെ കഥ മാറി, വേറെ വിഷയമായി, പിന്നെ കേസായി, നൂലാമലയി, ന്യൂസായി, അടുത്ത പരിപാടികളും സ്കീം പോയി. അപ്പോൾ അത് പേടിച്ചിട്ട് ആദ്യം ചെന്നിട്ട് എന്ത് ചെയ്ത് അത് പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്ത്. അപ്പോൾ ഒന്ന് ഈ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നേരത്തെ വീഡിയോയിൽ ഇരുന്നിട്ട് കുക്കിനെ വേണം, വീഡിയോ കാണിക്കും. പിന്നെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ കാണുന്ന സമയത്ത് കൊള്ളാലോ, തൊപ്പി മാസ്, പിന്നെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ വീഡിയോ ഇടാം, ഇങ്ങനെ ജീവിക്കുക, ലൈവ് സ്ട്രീമിങ്, അടിപൊളി പരിപാടി, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ മയങ്ങിയിട്ട് പോകുന്ന പിള്ളേരായിരിക്കാം. അവരോടൊക്കെ പറയാനുള്ളത്, പിള്ളേർ ഇവന്മാർ വെറും ക്യാരക്ടേഴ്സാണ് ഈ വന്നിരിക്കുന്നത്. തൊപ്പിയാണെങ്കിൽ പോലും ഇവൻ ഈ ക്യാരക്ടറായിട്ട്, അവൻ തൊപ്പി ഒഴിവാക്കി ഇനി അതാണെന്ന് പറഞ്ഞാൽ പോലും ഇവൻ ക്യാരക്ടറാണ്. ഇതിൻ്റെ ഒപ്പമുള്ളവന്മാരും ഇതേ ക്യാരക്ടർ പിടിച്ചിട്ടാണ് പോകുന്നത്. ഇവന്മാർക്ക് ഈ സാധനം പിടിച്ച് നിങ്ങളെ മുന്നിൽ വന്ന് കാണിച്ചാൽ മാത്രമേ എന്തുള്ളൂ. ഇവന്മാർക്ക് മുന്നിക്ക് എന്ത് ചെയ്യും, ഇതിങ്ങനെ മുന്നിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടായാലും അവർക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. അല്ലാതെ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളും ചാടിക്കയറിപ്പോയി അവിടെ നിന്ന് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടുകാരിട്ടിട്ട് ഇതിൻ്റെ പിന്നാലെ പോയാലോ നിങ്ങൾക്ക് ഒരു പുല്ലും കിട്ടാൻ പോകുന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ഒരു തൊപ്പീനെ പോലെ ഒരു തൊപ്പി, ഇനി വേറൊരു തൊപ്പീനെ പോലെ ഒരുത്തം വരാൻ വളരെ പാടാണ്. കാരണം ഐഷോ സ്പീഡിൻ്റെ കോപ്പി പേസ്റ്റാണ് ഇപ്പുറത്ത് കൊടുത്തിട്ട് അടിച്ച തൊപ്പി. ഇനി തൊപ്പീനെ കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് ഒരുത്തനെ പറ്റുമോ, അല്ലെങ്കിൽ തൊപ്പിയുടെ ഒപ്പം നിൽക്കുന്ന ഇവന്മാരെ പോലെ ഇനി വേറെ കുറേ എണ്ണത്തിന് പോയി നിന്നാൽ ഇനി വളരാൻ പറ്റുമോ? പാടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഈ മണ്ടത്തരും മാക്രത്തരൊന്നും കാണിക്കാതിരിക്കുക. ഇവിടെ കുഞ്ഞി പിള്ളേർ വന്നിട്ട്, ഇവിടെ ചെറിയ പിള്ളേർ പോട്ടെ, വലിയ മൂത്ത കുറച്ച് കുണ്ണങ്ങളുണ്ട്.
മതിലെല്ലാം ചാടി ഇവിടെ വന്നിട്ട് ഒരുത്തന്റെ ഞാൻ കാര്യം പറഞ്ഞ, ഓന്റെ പേര് ഫജർ എന്നാണ്. നിങ്ങൾക്ക് കേട്ടോ, ഓന്റെ മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ നിക്ക്. ഇവൻ വന്നിട്ട് ഞാൻ ഡോറ് തുറന്നു നോക്കുമ്പോ ഇവൻ എന്താക്കുന്ന അറിയോ? ഞാൻ ഡോറ് തുറന്നു നോക്കുമ്പോ ഈ എടാ ഫജർ മലപ്പുറത്തുള്ള നമ്മളിവിടെ ഡോറ് തുറന്നു നോക്കുമ്പോ ഡോറ് തുറക്കൽ ഇവൻ പുറത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കുന്നു. പെട്ടി ഇവിടെ ഒരു പെട്ടിയുണ്ട്, ഒരു മറ്റേ ബ്ലാങ്കറ്റും ഒരു ജാക്കറ്റും എല്ലായിട്ടുണ്ട് ഇവൻ കിടക്കുന്നത്. ഇവന്റെ വിചാരം ഞാൻ ഇവിടെ പണിക്കെടുത്തതാണ്. ഇവനെ വിളിച്ചിട്ട് പോയില്ല. ഇവൻ മതില് ചാടി ഇവിടത്തേക്ക് വന്ന് കേറിയിട്ടുണ്ട് ഒരു കടത്തം പുറത്ത്. ഒരു 3 മാസത്തോളം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു വീട് കിട്ടിയത്. ഒരിടത്തും വീടും കിട്ടാതെ ഒരാളും വീടും നടന്നില്ല. എന്നിട്ട് അവസാനം ഒരു വീട് കിട്ടിയപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. രാത്രി 2 മണി 3 മണി 4 മണി ഈ സമയത്തൊക്കെ വെളിയിൽ വന്ന് ബൈക്കിന്റെ ഒച്ച ഉണ്ടാക്കുക, അവിടെ നിന്ന് തൊപ്പി ഉറക്കെ വിളിക്കുക, അപ്പുറത്തുള്ള വീട്ടുകാർക്കെല്ലാം ചീത്ത വിളി നമുക്ക് കേൾപ്പിച്ചു തരിക. അതുണ്ടാവും. കാരണം നാട്ടുകാരോട് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് മാസം ഡയലോഗ് അടിച്ചിട്ട് നാട്ടുകാരെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വ്യൂവേഴ്സിനെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ഒരു പായും തള്ളിയും കൊണ്ടല്ല, വീട് ബുൾഡോസർ വെച്ചിടിക്കാഞ്ഞത് ഭാഗ്യം എന്നാണ് പറയേണ്ടത്. അപ്പോൾ പല ആളുകൾക്ക് തൊപ്പിയെ കൺസീവ് ചെയ്യുന്ന രീതി പലതായിരിക്കാം. ചിലർ ഭയങ്കര അഡിക്റ്റീവായിട്ട് പോകും. ചിലർ ഓക്കെ ഇനി തൊപ്പി വഴി വൈറലാവാം, തൊപ്പി എന്താണെങ്കിലും കുറേ എണ്ണത്തിനൊപ്പം കൊണ്ട് നടക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ആ കൂട്ടത്തിൽ വൈറലാവാമെന്ന് വിചാരിക്കും. പിന്നെ ഈ സംസാരങ്ങളടി, അതായത് ലൈവിൽ വന്നൊരു ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ഇടാം, ഒരുത്തരും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് വീടും സാധനം പരിപാടിയൊക്കെ ചെക്കന്മാർ പൊക്കിയത്. ഓക്കെ, പിന്നെ തൊപ്പി എന്ന് പറയുമ്പോൾ കുട്ടികൾക്കിടയിൽ മോസ്റ്റ്ലി ഒരു സാധനമുണ്ട്. അപ്പം പിന്നെ ആ ഭാഗത്തേക്ക് വീടിരിക്കുന്ന ലൊക്കേഷൻ്റെ ഭാഗത്തേക്കൊക്കെ വരുന്ന ആൾക്കാർ എന്നാൽ പിന്നെ അവിടെ പോയി നമുക്ക് ഓനെ കാണാൻ പറ്റിയതെന്ന് വിചാരിച്ചിട്ട് വണ്ടി എടുത്തിട്ട് വന്നിട്ടുള്ള പരിപാടികളായിരിക്കാം. പക്ഷെ പോണവരാരാണെങ്കിലും ഇപ്പം അത് തൊപ്പീൻ്റെ അടുത്ത് ചെയ്യുന്നല്ല, വേറെ ആരെ കാണാൻ ആര് പോകുന്നതാണെന്നുണ്ടെങ്കിലും ഒരു മാന്യത കീപ്പ് ചെയ്യുക, അയാളുടെ പേഴ്സണൽ പ്രൈവസി എന്ന് പറഞ്ഞ സാധനം കീപ്പ് ചെയ്യുക എന്നുള്ള പരിപാടികൾ. പക്ഷേ ഇവൻ ചെയ്യുന്ന കോണ്ടന്റുകൾ വെച്ചിട്ട് ഇവൻ്റെ ഈ പേഴ്സണൽ പ്രൈവസി കീപ്പ് ചെയ്യാൻ വളരെ പാടാണ്. ഇവൻ കുറച്ചും കൂടി എല്ലാവർക്കും ഒരു ക്ലോസ് ടു ഇത് നമ്മുടെ നെക്സ്റ്റ് ഡോർ ബോയ് എന്നുള്ള സാധനം നമ്മളെ തൊപ്പിയില്ല ഈ സ്കീമിലായിരിക്കും പലരും കാണുന്നതും. അതേപോലെ തന്നെ എന്നാൽ എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ പോലെ 2 ഫോട്ടോ സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ സ്കീമൊക്കെ കാണിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഏതോ ഒരുത്തൻ ഗൾഫിൽ നിന്ന് വണ്ടിയും വിളിച്ച് വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് സ്വന്തം പെരയെ പോകാതെ നേരെ തൊപ്പീൻ്റെ അടുത്ത് വന്നു എന്നുള്ള കഥയൊക്കെ ഇതിനകത്തിരുന്ന് വിളിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അത് കണ്ടിന്യൂസ്ലി ഇവൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ മുകളിലൊരു ഹരമുത്ത് ഭ്രാന്ത് പറയാൻ പറ്റില്ലല്ലോ. നാട്ടുകാർ പണ്ട് മോഹൻലാലിൻ്റെയും മമ്മൂട്ടീനെയും വീട് തപ്പി പോവുക, സൂര്യൻ്റെയും ഷാറൂഖ് ഖാൻ്റെയും വീട് തപ്പി പോവുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ. അങ്ങനെ വരുന്ന ആരെങ്കിലും ആയിരിക്കാം. പക്ഷെ ആര് ചെന്നാലും ഇവരുടെ ഒരു പേഴ്സണൽ പ്രൈവസി അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്. രണ്ടാമത്, സ്വന്തം വ്യൂവേഴ്സിനെ വെല്ലുവിളിച്ചിട്ട് പണി മേടിക്കുക എന്നുള്ളത് തൊപ്പിയും ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, കാരണം എന്താ പറയുക, ഇവന് ഇനി അടുത്തൊരു വള്ളി ഇതുകൊണ്ടേ കിട്ടുള്ളൂ. ബേസിക്കലി എനിക്ക് തോന്നുന്നത് വീട് മാറിയത് പ്ലസ് വീട്ടിലേക്ക് ഇപ്പോൾ CCTV വെച്ച ആൾക്കാർ വന്നു പോകുന്നതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാതും കൂടി കുറച്ച് ദിവസം ഓടിക്കാനുള്ള ഒരു കോണ്ടൻ്റാണ്. ഇനിയിപ്പോൾ അഥവാ ഇനി വിഷയം എന്ന് പറഞ്ഞാൽ ഈ മൈനർ ചെറിയ പിള്ളേർ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പണി പാളിയില്ലേ, അതിന് വേറെ സ്കീമോ വേറെ പണിയായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ഇപ്പോൾ ഇവൻ ചെയ്യുന്ന കോണ്ടന്റുകളോ അല്ലെങ്കിൽ ഇവൻ എടുത്തു വെച്ച വള്ളികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും മണ്ടന്മാർ ഭ്രാന്തന്മാർ ചിലപ്പോൾ നാളെ വീടിന് കല്ലെറിയാം, വീട്ടിൽ കയറി തല്ലാം, അങ്ങനത്തെ പല സീനുകളും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവൻ ഈ അണ്ടർ കവർ പോലത്തെ സെറ്റപ്പിൽ വീട്ടിൽ പോയി ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. എന്താണെങ്കിലും വെല്ലുവിളി പൊട്ടി. ഇപ്പോൾ കണ്ടവനും വന്നവനും പോയവനും നിന്നവനൊക്കെ വീട്ടിൽ കയറി പണി ഈ പറഞ്ഞ സ്വസ്ഥതയും സമാധാനവും സ്വൈര്യവും കളയേണ്ട ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങളും മാറി. കൊള്ളാന്താണെങ്കിലും ഞാൻ പറയുന്നത് തൊപ്പീൻ്റെതല്ല, ആരുടെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിലും അവർ സോഷ്യൽ മീഡിയയിലുള്ള ക്യാരക്ടേഴ്സ് മാത്രമായിട്ട് നിങ്ങൾ എടുക്കുക. അതൊന്നും റിയാലിറ്റി ആയിട്ട് ആരും എടുക്കാൻ പോകണ്ട. റിയാലിറ്റി ആയിട്ട് എടുക്കാൻ പോയിട്ട് അത് തലയിൽ കയറ്റിയിട്ട് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈല്, അങ്ങനെ ഒരാളെപ്പോലെ അല്ലെങ്കിൽ അവരുടെ കൂടെ ഒന്നും ഒരാവശ്യമില്ല. നിങ്ങൾക്കൊക്കെ റിയാലിറ്റിയിൽ നിങ്ങളെ ഫ്രണ്ട്സ്, നിങ്ങളെ ലൈഫ്, നിങ്ങളെ ഫാമിലി, നിങ്ങളെ ജീവിതം അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ കാണുന്ന ഒന്നും സ്റ്റേബിളായിട്ടുള്ള പരിപാടിയല്ല. അതിൻ്റെ പിന്നാലെ ഓടിപ്പിടിച്ച് അവരെ പിന്നാലെ പോകാതിരിക്കുക എന്നുള്ളതാണ് കാണുന്ന കുട്ടികളോട് പറയാനുള്ളത്.